കാരണം കിഫ്ബി എന്ന് പറഞ്ഞാല് 10,000-കണക്കിന് കോടി രൂപയുടെ ഇടപാട് നടത്തുന്ന സ്ഥാപനമല്ല. ഇഡിയുടെ രാഷ്ട്രീയ ജനവാനന്മാർക്ക്, കേന്ദ്രത്തിലെ BJP അധികാരികൾക്ക് അവരുടെ ശീലം ഇങ്ങനെ ആയിരിക്കാം. ഇത്രയൊക്കെ പണമിടപാട് നടത്തുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത്, ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയാൽ എന്തെങ്കിലും കാര്യം തടയുന്നതായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു അർത്ഥമില്ലാത്ത ഈ നോട്ടീസുകള്, ആവശ്യമില്ലാത്ത വിവരങ്ങൾ ചോദിച്ച് അയച്ചുകൊണ്ടിരിക്കും. ഏതായാലും കോടതി ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ല. എന്തിനാണ് വിളിപ്പിക്കുന്നത്? അതുകൊണ്ട് അവർ അന്വേഷണം നിർത്തി. അന്വേഷണം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്നെ വിളിപ്പിക്കാതെ. എന്നിട്ട് സ്പെഷ്യൽ ഡയറക്ടർ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അഡ്ജുഡിക്കേഷൻ ഡൽഹിയിൽ അവര് ചാർജ് സമർപ്പിച്ചിരിക്കും. അതിലാണ് ഷോ കോസ് നോട്ടീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എനിക്കും കിഫ്ബിയുടെ CEO KM ഇബ്രാഹിമിനും അയച്ചിട്ടുള്ളത്. ഷോ കോസ് നോട്ടീസാണ്. ഈ അഡ്ജുഡിക്കേറ്ററുടെ മുമ്പാകെ വിശദീകരണം നൽകണം. എന്താ വിശദീകരിക്കേണ്ട കാര്യം? ഇപ്പൊ കിഫ്ബിക്ക് മസാല ബോണ്ട് എടുക്കാനുള്ള അവകാശം ഉണ്ടോ ഇല്ലെന്നൊക്കെ പോയിട്ടോ, അതൊന്നുമില്ല. ഇപ്പൊ ഷോക്കോസിൽ പറയുന്നത് മസാല ബോണ്ട് വഴി എടുക്കുന്ന ഫണ്ട് ഭൂമി വാങ്ങാൻ, പർച്ചേസിന് ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ കിഫ്ബി മസാല ബോണ്ട് വഴി എടുത്ത പണം 2,600 പരം കോടി രൂപ, അതിലൊരു ഭാഗം ഭൂമി അക്വയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. അത് നിയമവിരുദ്ധമാണ്. ഭൂമി വാങ്ങാൻ നിയമപ്രകാരം പാടില്ല. ലാൻഡ് സ്പെക്കുലേഷൻ, ഭൂമി വാങ്ങാം, കൂടിയ വിലക്ക് വിൽക്കാം തുടങ്ങിയ കാര്യം. അപ്പൊ ഇതാണ് അവസാനം മല എലിയെ പ്രസവിച്ചിരിക്കുന്നത്. കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയ തെറ്റില്ല, തെറ്റുണ്ടെന്നൊരു കേസേ ഇടിക്കില്ല.